ഗൈസേ അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്തൊരുള്ള പഴയൊരു സാരി ആയിരുന്നു. ആ സാരി യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഷറാറ അല്ലേ ട്രെൻഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷറാറ പോലെ എന്തെങ്കിലും വരുന്ന രീതിയിൽ കൊടുത്ത് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ പല്ലു കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നത്തത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ടോപ്പിലേക്കുള്ള കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെക്കിൻ്റെ പോർഷനൊക്കെ മാർക്ക് ചെയ്തോട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം വൈഡായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒരു നെക്ക് വേണമെന്നായിരുന്നു എനിക്ക്. അപ്പം ഞാൻ സ്ക്വയറാണ് കൊടുക്കുന്നത്. സ്ക്വയറിൽ വരുന്ന രീതിയിൽ കൊടുത്ത് ചെയ്യാണ്. ആംപിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട സ്ലിറ്റ് വരുന്ന ടോപ്പല്ലേ, എന്തിനാ അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്യുന്നതെന്ന്. ഇതെന്തിനാ വെച്ചാൽ ഞാൻ പാഡഡ് ആയിട്ടാണ് ടോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ വൈഡ് വരുമ്പോൾ എപ്പോഴും എനിക്ക് പാഡഡ് ആണ് കംഫർട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാഡഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനിങ് വെച്ചിട്ട് മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത് എന്തിനാണ് ഇത്ര ചെറുതാക്കി കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അതെന്തിനാ വെച്ചാൽ ഞാൻ അധികം ഇങ്ങനെ ലൈനിങ് ഫുൾ ആ ടോപ്പിൻ്റെ ഒപ്പം കൊടുത്ത് ചെയ്യാറില്ല. അതാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ആ ലൈനിങ്ങും പിന്നെ ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കുറച്ച് ലൈനിങ് വരുന്ന രീതിയിലാണ് കൊടുത്ത് ചെയ്യാറ്. പിന്നെ പാൻറ്റിൻ്റെ മേലത്തെ പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് മുട്ട് വരെ ആ ഒരു ഇത് വന്നിട്ട് താഴത്തേക്ക് ഫ്രിൽസ് വരുന്ന രീതിയിൽ. എൻ്റെ കാലിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് ഞാൻ മുട്ട് വരെയുള്ള മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മേലത്തെ പോർഷൻ ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇലാസ്റ്റിക് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ മേലത്തെ പോർഷൻ ആ ഒരു പട്ടില്ലേ, പട്ട്, അതായത് അതിൻ്റെ ബോർഡർ വരുന്ന രീതിയിൽ ആ ഒരു ബാൻഡ് കിടക്കട്ടെ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു ബാൻഡ് വരുന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് താഴത്തെ ഫ്രിൽസ് ആട്ടോ. കണ്ടോ, ഇത്ര ഏറെയാണ് നമുക്ക് പാൻറ്റ് വരുന്നത്. പിന്നെ താഴത്തേക്ക് ആ ഫ്രിൽസാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാതറിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ക്ലോത്ത് കട്ടിയിൽ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് എത്ര ക്ലോത്താണുള്ളത് അതൊക്കെ അങ്ങനെ ഫോൾഡാക്കി വരുന്ന രീതിയിൽ വെക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് അത് എത്രയാണോ എനിക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ കട്ട് എടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗ്യാതറിങ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഗ്യാതറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് ആ ഒരു മെറ്റീരിയൽ, ആ പ്ലെയിൻ മെറ്റീരിയലിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒരു സ്റ്റിച്ച്, അതിലിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ചസ് വരില്ലേ, അതിലെ ഒരു ത്രെഡ് മാത്രം ഇങ്ങനെ പയ്യെ വലിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഫ്രിൽസ് ആയിട്ട് വരുന്ന രീതിയിൽ വരും. ഇത് കണ്ടോ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണിത്. ഇനി ഈ ഫ്രിൽസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ പാൻറ്റിൻ്റെ ആ ഒരു റൗണ്ടിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സൈഡിലും ഒരുപോലെ ഫ്രിൽസ് വന്നാലേ അത് കാണാൻ ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ത്രെഡ് യൂസ് ചെയ്തിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് ചിലയിടത്ത് കൂടുതൽ ചിലയിടത്ത് കുറവൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രിൽസ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനും. ഇതെങ്ങനെയുണ്ട്, ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അഥവാ എനിക്കറിയാം ഞാൻ ഭയങ്കര ഫുള്ളായിട്ട് വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ കറക്റ്റായിട്ട് കാണണം, അപ്പോൾ അത് ചെയ്ത് തരുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ അത് ഞാൻ ചെയ്തുതരാം കേട്ടോ. ടാറ്റാ, ബൈ.